അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു സംഭവമൊക്കെ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നൈലോൺ ബണ്ണിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു അധികം രീതിയിലൊന്നും മുറിക്കേണ്ട, ഈ ഒരു രീതിയിലൊക്കെ മുറിച്ച് എടുത്താൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കി എടുത്തിട്ടിടാം. അതെല്ലാം അപ്പം നമുക്ക് നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇത് ഓരോ കളർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, അല്ല വ്യത്യസ്ത കളറുകൾ കോർത്തിട്ടുള്ള ഫ്ലവേഴ്സായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 4 കളറ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വലിപ്പം വരുന്നതിനനുസരിച്ച് നമുക്ക് 4 ഫ്ലവർ വയ്ക്കണോ 3 ഫ്ലവർ വയ്ക്കണോ എന്നുള്ളത് നമുക്ക് അത് നോക്കിയിട്ട് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതാണ് ഇങ്ങനെ നമുക്ക് ബണ്ണ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ബണ്ണ് വെച്ചിട്ട് ചെയ്യുന്ന. അപ്പോൾ ഇത് നല്ല ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ അത് നമുക്ക് നമ്മളപ്പോൾ ഇവിടെ നമ്മളുടെ ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പതുക്കെ ഡ്രസ്സിൻ്റെ ഒരു ഇതിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടൊന്നും ടൈം കിട്ടാത്തത്. അപ്പോൾ അതൊന്ന് സെറ്റായി വരാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, ചുരിദാർ ആ ഒരു ഇതിലേക്കൊക്കെ നമ്മൾ ബോട്ടിക്ക് പോലെ നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു സമയം പോലും വെറുതെ ഇരിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ഇരിന്നാൽ നമ്മൾ പല പല കാര്യങ്ങളിലേക്ക് പോകും നമ്മൾ. അപ്പം അതുകൊണ്ടിട്ട് ഫുൾ എൻഗേജ്ഡ് ആവുക, അതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതെങ്ങനെയെല്ലാം ഈ ഒരു ഇത്രയും കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ, ഇത്രയും കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അതിതാ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ അതൊരു ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതിൻ്റെ രീതിയിലേക്ക്, അതായത് ഒരു എതളിൻ്റെ രീതിയിലേക്ക് വരും. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തുന്നി എടുക്കാം. പിന്നെ അടുത്ത ഇതളും അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അത് ചേർത്ത് പിടിച്ച് കഴിയുമ്പോൾ അത് അടുത്ത ഇതളാവും. അപ്പോൾ അത് നമുക്ക് അടുത്തതും ഇതിന്മേലോട്ട് വെച്ച് തന്നെ നമുക്ക് ചെയ്തു പോവാം. അടുത്ത ഇതളും അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ഇനി ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് തുന്നിപ്പോവുക. എൻ്റെ കൈക്ക്
ആ ഒരു പിടുത്തം കിട്ടാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ഇത് വിട്ട് വിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എൻ്റെ കൈക്ക് അങ്ങനൊരു പ്രശ്നം പറ്റിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് അതങ്ങനെ ഇപ്പോൾ ബീഡ്സൊക്കെ എടുത്താലാണെങ്കിലും കയ്യിൽ നിന്ന് വിട്ട് വിട്ട് പോകും. നമുക്കിനി ഇതിങ്ങനെ ഒരു 5 ഇതൾ നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു ഫ്ലവർ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കളേഴ്സ് വെച്ചിട്ടും ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനത്തെ ഒരു 4 കളേഴ്സ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ബീഡ് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, ഫ്ലവർ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അപ്പോൾ അതെന്ത് വേണമെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു മെറ്റൽ ബോയാണ് കേട്ടോ. അപ്പോൾ ഈ മെറ്റൽ ബോയിലേക്ക് നമ്മൾ എന്താ ഈ ഒരു ലേസ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ലേസ് നമുക്കിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ കളേഴ്സ് ഇതും അതുപോലെ തന്നെ പല കളേഴ്സ് വന്നിരിക്കുന്ന ഒരു ഇതല്ലേ, ഹാഫായിട്ട് ഇതിൽ റെഡ്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, വയലറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത് ഈസി ആയിട്ട് ആ ഒരു ഇതും കൂടി ഈ ഫ്ലവറും കൂടി വരുമ്പോൾ അത് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ഗണ്ണ് ഇതായി വരാനായിട്ടുള്ള ഒരു ടൈമിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഗണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒന്ന് ഈ ഒരു ബാക്ക് സൈഡിലും നമുക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് അത് ബാക്ക് സൈഡിലേക്കും കൂടി വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്കിലും കൂടി ഒന്ന് അത് തേച്ച് കൊടുത്തിട്ട്
ഒന്ന് ഒട്ടിച്ചു. അപ്പോൾ അത് ഇതിൻ്റെ അറ്റം ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നൂല് വലിഞ്ഞ് പോരണ വിധത്തിലുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ആകുമ്പോൾ അതങ്ങ് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. കണ്ടോ? അപ്പം നമ്മൾ ആ ഒരു ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ സൈഡ് കണ്ട് ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ? ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇത്രയും ഈ ഒരു 3 ഫ്ലവേഴ്സ് അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. കളറ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം. ആദ്യം ഈ ഒരു ഇത് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തത് എല്ലാം വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തു. ഇങ്ങനെ 2 എണ്ണം മതി എന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിൽ നിർത്താം കേട്ടോ. നമ്മളിപ്പോൾ 1 എണ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെച്ച് കൊടുക്കാം അല്ലേ. നമ്മൾ ഇങ്ങനെ 3 ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ഒന്ന് നീക്കി വെച്ച് കഴിഞ്ഞാൽ അതാണ് കറക്റ്റായിട്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇത് വെച്ച് കൊടുക്കണമെങ്കിൽ ഇത് ഫ്ലവറൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഓരോ സ്റ്റോൺ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുക. നമുക്ക് വെച്ച് നോക്കാം, ഫ്ലവറോ സ്റ്റോണോ ഏതാണ് ഭംഗി വരിക എന്നുള്ളത് അതിനനുസരിച്ച് വയ്ക്കാം കേട്ടോ. ഇതാ നമ്മൾ അപ്പോൾ വിചാരിക്കുന്നത് ഇതാ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ അതിനൊക്കെ മാച്ച് ചെയ്യുന്ന സൈസ് കളേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പിങ്കിൽ ഈ ഒരു ലൈറ്റ് ഇത് വെച്ച് കൊടുക്കാം. യെല്ലോയ്ക്ക് ഒരു ലൈറ്റ് യെല്ലോ വർണ്ണ ആ ഒരു ഇത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂവിന് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇത് വെച്ച് കൊടുക്കാം. കണ്ടോ? നമ്മുടെ ബോ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ബണ്ണ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ? കണ്ടോ? അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബണ്ണ് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന അതേ ഒരു വർക്കും കൂടി നമുക്ക് കണ്ടിട്ട് വരാം. നമ്മൾ അടുത്തത് എടുക്കുന്നത് ഇതാ ഇങ്ങനത്തെ ബണ്ണിൻ്റെ ഇതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു 3 ഇതുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് ശരിക്കും നമുക്ക് ബിഗ് ബണ്ണ് ഒരു ബണ്ണ് ശരിയാക്കാനുള്ള ആ ഒരു ഇതാണ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു 3-4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഇതിന് നമുക്ക് ചെറിയ പീസായിട്ടുള്ളത് മതി. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക്
നമുക്ക് ഈ ഒരു ഇതിൽ മതി. ചെറിയ വലുതിലാവുമ്പോൾ ഭയങ്കര വണ്ണം ഇതായിട്ട് വരത്തില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതേപോലെ തന്നെ ഇങ്ങനൊരു റൗണ്ട് ഇതിൽ നമുക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഒക്കെ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് റൗണ്ടിൽ നമ്മൾ എടുക്കണതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കൂട്ടി തുന്നി വെച്ച് കഴിയുമ്പോൾ നല്ല റൗണ്ടിലത്തെ ഇത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് തുന്നി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് അതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് തുന്നിക്കൊടുക്കാം. അപ്പം അത് കണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങനെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 3 കളർ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇങ്ങനെ മുറിച്ചെടുത്ത ഈ ഒരു ഇത് തന്നെ 2 പീസാക്കി എടുത്തതാണ് അത് കേട്ടോ. ഇങ്ങനെ പിന്നെ നമുക്ക് ഈ ഒരു സൈഡും കൂടി മുറിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ 2 പീസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് അപ്പോൾ ഇത്രയും വലുത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലിപ്പത്തിലൊക്കെ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് തുന്നിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ആ ഒരു രീതിയിൽ നമുക്കിങ്ങനെ തുന്നിയെടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഇത് നമ്മുടെ റെഡിയായി. കണ്ടോ, അപ്പം ഇങ്ങനെ ഇത് നമുക്ക് ചെറുതാക്കി എടുക്കുന്ന ആ ഒരു ഇതിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇത്രയും വലുതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെറുതാക്കിയും എടുക്കാം, ഇതേപോലെ വലുതാക്കിയും എടുക്കാം. അപ്പം അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതേപോലെ വലുതാക്കി എടുത്ത ഒരു ഇതിൽ നമുക്ക് ഇതേപോലെ ഒരു ഇങ്ങനെതാ നമ്മുടെ ഐഡിയ ആണ് കേട്ടോ എല്ലാം. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. കണ്ടോ, നമുക്കൊരു ടെഡിയുടെ ആ ഒരു രൂപത്തിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ബോയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതും അതുപോലെ തന്നെ നമുക്ക് ബോയിലേക്ക് ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലവർ വെച്ചില്ലേ അതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ പോകുന്നത് ഇങ്ങനെ. അപ്പം നമ്മളിതാ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു പോംപോമാണ് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ട് ഇതേപോലത്തൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ അത് പോകും. അതുകൊണ്ടിട്ട് അപ്പം നമ്മളിതാ ഈ ഒരു ഇതിൽ ഈ ഒരു ഗ്ലിറ്ററുള്ള ഈ ഒരു ഇതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് താഴെയൊന്ന് ഇത് ഒരുപാട് ആദ്യം തന്നെ ഒരുപാട് വലിച്ച് ഇതാക്കരുത്. കെട്ട് നമ്മൾ നൂലിൻ്റെ കെട്ടിയിട്ടതും ഇങ്ങോട്ട് തന്നെ പോരും. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പം അതിന് ഇവിടെ ഒരു പിങ്ക് ആ ഒരു കോൺട്രാസ്റ്റ് കളറ് പോലെ നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ
ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതാണ് നമ്മൾ എടുക്കുന്നത്, മെറ്റൽ ബോ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇതാ ഈ ഒരു ഫ്ലവറിൻ്റെ ലേസാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിൽ വളച്ചിട്ട് വേണം നമുക്കിങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു ഇത്തിരി ഗം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതേപോലെ തിരിച്ചിവിടെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഗണ്ണിൻ്റെ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടയായി പോകും. എനിക്കിപ്പോൾ ഇവിടെ ഇത് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സ്റ്റിക്കിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വേറെ സ്റ്റിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി വന്നാൽ മാത്രമേ ഇതിങ്ങനെ ടൈറ്റായിട്ട് അരത്തുള്ളൂ. അപ്പോൾ നമുക്കിതാ ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതേപോലെ വളച്ച് അങ്ങോട്ട് എടുത്തിട്ട് അത് നമുക്കൊരു ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാ കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതേപോലെ ഇവിടെയും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കളയാം. കണ്ടോ? ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കളയണം. അപ്പോൾ നമ്മളിതാ ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെയും ഇങ്ങനെ ഒരു സൈഡ് കണ്ടിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഈ ഭാഗം കണ്ട് നമുക്ക് ആ ഒരു വലുതായിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ? ഇതിങ്ങനെ ഒട്ടിച്ചു. ഇനി അതിൻ്റെ അപ്പുറം ഇപ്പുറം രണ്ട് കളേഴ്സ് അത് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി.
ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 2 എണ്ണം മതിയെങ്കിൽ ഇങ്ങനെ 2 എണ്ണം ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്, ഐഡിയ പോലെ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ എന്തായാലും ഈ 3 എണ്ണം ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിതാ അത് 3 എണ്ണം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇതായിട്ട് വന്നിട്ടില്ലേ? കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 2 എണ്ണം നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസ് നമുക്ക് ആ ചെറുതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ 2 വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടെ ഐഡിയാസിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേപോലെ പല രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഐഡിയാസൊക്കെ വരുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്കിപ്പോൾ ഓരോന്നും കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വേറിട്ട ഐഡിയാസ് നമുക്ക് വരും. നമുക്ക് അതേപോലെയും ചെയ്യാം, ഇതേപോലെ തന്നെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബൺ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.